ഹായ്, ഇന്നത്തെ വീഡിയോയിൽ മഴയിനും വെയിലിനും കുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഞാനും മോനും കൂടി അവതരിപ്പിക്കുന്നത്. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അവതരിപ്പിച്ച കീബോർഡ് പെർഫോമൻസിൻ്റെ ചെറിയൊരു ഭാഗം ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു ഭാഗം ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. തുണി മടക്കിലാണ് പണിയുണ്ട്. ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പം അതിന് പോകണം. അപ്പം ഈ പണിയോടൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. കല്യാണ റിസപ്ഷനാണ്. അപ്പോൾ ഒരു 6:30 പോകണം. നമ്മുടെ ചുരിദാറ് നിൽക്കുന്നൊന്നുമില്ലേ ചോദ്യങ്ങള്? ചോരൊക്കെ ഉണ്ടെന്ന് ഭയങ്കര നല്ല അന്തരീക്ഷം മൂടി നിൽക്കുന്നുണ്ട്, നല്ല തണുപ്പ്. തുടങ്ങി മഴ ജൂൺ ജൂലൈ കഴിഞ്ഞ് കിട്ടിയാൽ മതി. സൗകര്യമായിട്ട് ജീവിക്കാനും മനുഷ്യന് എന്നൊക്കെ പറഞ്ഞാൽ ഏപ്രിൽ മെയ് സുഖം. ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ്യാനും ഇഷ്ടട്ടോ. ഏപ്രിൽ മെയ്യിലാകുമ്പോൾ നശിച്ച ചൂട്. അയ്യോ, തോറ്റു മനുഷ്യന് ഈ ചൂടുകൊണ്ട്. മഴ പെയ്യുന്നില്ലല്ലോ. എവിടെയെങ്കിലൊക്കെ മഴ പെയ്യണേട്ടോ. അത് കണ്ടോ, എല്ലാവർക്കും മഴ പെയ്യും, നമ്മളോട് മാത്രം മഴ പെയ്യില്ല. മനുഷ്യരുടെ പൊതു സ്വഭാവമാണ് വേനൽക്കാലം കഴിഞ്ഞ് നശിച്ച ചൂട്. എന്താ പറയാ, ഉഷ്ണിച്ചിട്ട് വയ്യ, ചൂടെടുത്തിട്ട് വയ്യ, അയ്യോ പുഴുകിയിട്ട് വയ്യ, ഇതിപ്പന്നെ പുഴുകിട്ട് കാര്യം പറഞ്ഞ ഫാൻ ഓഫ് ചെയ്തേക്കുക. അങ്ങനെ ചൂടിന് 100 കൊട്ടും. ഇവര് മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിട്ട് ഞങ്ങളോട് മഴ പെയ്തു, ഞങ്ങളോട് മഴ പെയ്തു, ആയി നല്ല മഴ എന്നൊക്കെ പറയും. 2 മഴ 3 മഴ അടുപ്പിച്ച് പെയ്താണ്. നശിച്ച മഴ, ചീഞ്ഞ മഴ, മഴക്കില്ലാത്ത പറ്റില്ല. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം. ഇവന് പ്രത്യേകിച്ചുണ്ട്. ഇവന് വേനൽക്കാലം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതടുത്ത് വേനൽക്കാലം ഒരു മധ്യാഹ്നം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം കിട്ടി പണി. നല്ല ചൂടല്ലായിരുന്നു. ഞാൻ പറയാം, ഡിസംബർ നവംബർ മഞ്ഞുകാലം, അതാ നല്ല കാലം, ഏറ്റവും നല്ല സീസൺ. കാറ്റുകാലം, മഞ്ഞുകാലം, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സീസൺ. അതാണ് ഏറ്റവും നല്ല സീസൺ. നോക്കിയോക്കണം, ഏപ്രിൽ മെയ്യും മാർച്ച് ഏപ്രിൽ മെയ്യും കണക്കാ, ജൂണും ജൂലൈ അയ്യും കണക്കാ. വെയിലില്ലെങ്കിലും മഴയില്ലെങ്കിലും ജീവിക്കുമ്പോഴേ ബുദ്ധിമുട്ട് വരുമ്പോ. മഴയില്ലെങ്കിൽ എന്താ പറയുക, വെള്ളം ഉണ്ടാവുമോ, കറണ്ട് ഉണ്ടാവുമോ, AC സ്വിച്ചിന് തണുത്ത് മൂടി കമ്പിളി കൊണ്ട് പൊതിച്ച് കിടക്കാൻ പറ്റുമോ? എന്റെ മുഖം ശരിക്കും കണ്ടിട്ടില്ല അവരും അങ്ങനെ കാണിക്കുന്നുണ്ട്. അവൻ കണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല, അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവനെ എപ്പോഴും ഉണ്ട് മഴേനെ കുറ്റം പറയാൻ ഇത്തിരി കൂടുതലാ. പക്ഷെ ഞാൻ നേരെ റിവേഴ്സ്. എനിക്ക് മഴ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മഴ മനുഷ്യനെ ഒരു മൂടി കെട്ടൊരു അന്തരീക്ഷം. അല്ല, ചുടുവെള്ളത്തെ കുടിക്കാനും പാടില്ല. അത് പൊട്ടിയാണ് നീ പറിച്ചിട്ടുണ്ട്. ചൂടാണ് പൊട്ടിയ പച്ചവെള്ളമാണ് ശരീരത്തിന് നല്ലത്. എന്നിട്ട് തണുത്ത ഐസ് വെള്ളം മുക്കി വയ്ക്കുക. അതിന് വരെ ഐസ് മേച്ചിട്ടൂടെ. ഞാൻ ഫ്രിഡ്ജിൽ ഐസ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചത്. അതിന് വരെ ഫ്രിഡ്ജിൽ കടന്നുകൂടെ? അന്ന് നിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് കിടത്താം മതിയാ. എന്നിട്ട് മഴയ്ക്ക് കുറ്റി ഇന്നത്തെ മഴയത്ത് ചുടുവെള്ളത്ത് കുളിക്കാൻ പാടിയാണ്, പൊട്ടിയാണെങ്കിൽ പറിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 4 വർഷം ഡൽഹിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എന്റെ മൂത്ത ചേച്ചിയും ഹസ്ബൻഡ് അവിടെയാണ്. അവിടെ എന്ന് വെച്ചാൽ നല്ല ചൂടും നല്ല തണുപ്പുമാണ്. പക്ഷെ ചൂട് തന്നെ ഇതേപോലത്തെ ഇങ്ങനെ വേർത്ത് ഒഴുകൊന്നുമില്ല. നമ്മളിവിടെ ഇങ്ങനെ നമുക്ക് ഹ്യൂമിഡിറ്റി ചൂട് ഭയങ്കര വേർത്ത് ഒഴുകലല്ലേ. അവിടെ ചൂടാണ്, നമ്മൾ വേർത്ത് ഒഴുകില്ല. പക്ഷെ അവിടെ എനിക്കിഷ്ടം തണുപ്പാ. എന്താ പറയുക, കണ്ണ് 2 മാത്രം പുറത്താണ്, ബാക്കിയെല്ലാം നമുക്ക് മൂടാം. സ്വെറ്ററും ഷോളും ഒക്കെ, സോക്സും കയ്യിലെ സോക്സും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല വിശപ്പാ സമയത്ത് ഇഷ്ടമാണ്. നല്ല ക്യാരറ്റ് പറിച്ചു കൊണ്ടുവരും. കാറ്ററിംഗ് മസാല പറ്റി അവര് നമ്മുടെ ജോർജിന് ഓഫീസോട് കൊണ്ടുവരും. അതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. വർഷകാലം കഴിയുമല്ല, തണുപ്പാലം കഴിക്കാൻ തുടുത്തിരിക്കും, മുഖമൊക്കെ നല്ലോണം ഉണ്ടാവും, നല്ല തടി വയ്ക്കും. പക്ഷെ വേനൽക്കാലത്ത് ഇങ്ങനെ കുറഞ്ഞുണ്ടാവും. അപ്പൊ ഞാൻ ഈ വേനൽക്കാലത്താണ് ഇതിന് വരിക, എന്താ പറയുക, ഇവിടെ ലീവിന് വരിക. അപ്പൊ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ട്രെയിനിൽ ചൂടും പിന്നെ ട്രെയിനിൽ ഒരു 3 ദിവസം ഇരുന്ന് വരുമ്പോ അമ്മ പറഞ്ഞ എത്രയും പെട്ടെന്ന് അവിടെ അവസാനിപ്പിച്ചാൽ വേണ്ടി ഇവിടെ ജോലിയാക്കി. എനിക്ക് ആദ്യം ഞാൻ ജോലിക്ക് പോയിരുന്നപ്പം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ എനിക്ക് തണുപ്പാ ഇഷ്ടം. തണുപ്പാകുമ്പോ നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നും തുമ്മി ചുമച്ചിരിക്കുമല്ലേ നീ പോട്ടെ. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അലർജി വരികയാണ്. ഞാൻ വേനൽക്കാലം പറ്റുന്ന എനിക്ക് ശരിയാക്കി. തണുപ്പുകൾക്കൊന്നും വരാറില്ല. തണുപ്പുകൾക്ക് എനിക്ക് എന്തും തുമ്മില്ലേ, ഓർമ്മയില്ലേ? മഞ്ഞുകാലം പറഞ്ഞ മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞുകാലത്ത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ കുറഞ്ഞു. പണ്ട് എങ്ങനെയാ തുടങ്ങി നവംബർ ഡിസംബർ ഡെയിലി ജൂൺ ജൂലൈയിലും എനിക്ക് തുമ്മല് അലർജി ഒന്നും ഇല്ല. ജൂൺ ജൂലൈന് എനിക്ക് ശരീരമായ ആരോഗ്യമായി. അയോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഞാൻ ഈ തുണിയൊക്കെ മടക്കി വെച്ച് വേഗം വിളക്കൊക്കെ കൊളുത്തി ഡ്രസ്സ് മാറി കല്യാണത്തിന് പോകാൻ ചേച്ചി. മഴ വന്നു, കഷ്ടകാലം തുടങ്ങി. മഴ വന്ന് കഷ്ടകാലം തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ മഴയാണോ വെയിലാണോ ഇഷ്ടം, അതായത് 2 സീസണും ഇഷ്ടമാണോ എന്ന് പറയണം. പക്ഷെ ഒരു കാര്യം സത്യമാണ്,
ചൂട് ഇത്തവണ എക്സ്ട്രീം ചൂടായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനായിട്ടുള്ള അപ്പുറം ചൂടായിരുന്നു. അത്ര ചൂടൊന്നും നമ്മൾ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഈ തണുത്ത ചൂട്. പിന്നെ മഴ വരുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടിവെട്ട് ഇടിമിന്നലാണ്, അത് അപകടമാണ്. ഇന്നലെ പറഞ്ഞില്ലേ ഇടിമിന്നൽ പോയി ശക്തി കിട്ടണമെന്ന് പറഞ്ഞു, എന്നിട്ട് മിന്നൽ മുരളിയാവണമെന്ന്. ഇവിടെ ഇടിവെട്ടിൽ ഇടിമിന്നലായി. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ കറണ്ട് പോക്കാണ്. അതൊരു വിഷമമുള്ള കാര്യം. ആ ഒരു കാര്യം മാത്രമേ എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വർഷക്കാലത്തേക്ക് വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് എന്താ മഴക്കാലം ഇഷ്ടം വെച്ചാൽ എന്താണ്, പിന്നെന്താ അറിയോ, വേനൽക്കാലമൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. എത്ര വേനൽ വന്നാലും വെള്ളം പറ്റില്ല. അതിൻ്റെതാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടണ കാണണം, അപ്പൊ മനസ്സിലാവും വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ അറിയാം വേനൽക്കാലത്തിന്റെ ബുദ്ധിമുട്ട്. ഇഷ്ടം. പിന്നെന്താ ഇഷ്ടം വെച്ചാല് ചിങ്ങമാസം മാത്രം എനിക്ക് ഇഷ്ടമല്ലോ, കർക്കിടകം ചിങ്ങി. എന്താ കർക്കിടകത്തിനുള്ള പ്രത്യേകത? കർക്കിടക ദൈവത്തിന്റെ മാസം, രാമായണ മാസം. ചിങ്ങം പിന്നെ പൊന്നിൻ ചിങ്ങം, ഓണം. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ ഓണത്തിന്റെ ഒക്കെ രസം പോയിട്ടാ, ഞങ്ങളുടെ എല്ലാ വിശേഷത്തിന്റെയും രസം പോയി. കാരണം അമ്മ ഉള്ളപ്പായിരുന്നു എനിക്കൊരു സന്തോഷം. അമ്മ എല്ലാ വിശേഷങ്ങളും ഓർത്താൽ കലണ്ടർ പോലും വേണ്ട, നമ്മുടെ മനസ്സിൽ കണക്കൂട്ടിയാൽ എല്ലാ ഡേറ്റും അന്തുമോന്റെ തോർത്താണ് കേട്ടോ, നല്ല വെളുത്തിരിക്കണില്ലേ. അപ്പോ എന്താ പറയാ, എല്ലാ ഡേറ്റും ഒരു മാസമായ കൊല്ലം ആദ്യം അമ്മ എല്ലാവരുടെയും പിറന്നാളുകൾ പറയും, ഓണം വിഷു എല്ലാം അമ്മ മനക്കണക്ക് നമ്മൾ കലണ്ടർ പോയി കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം പോയി. അമ്മയില്ലാതെ എന്ത് ഓണം എന്നുള്ളൊരു അവസ്ഥയായി. പിന്നെ നമ്മൾ മനുഷ്യരല്ല, ജീവിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ ആര് പോയാലും ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മളൊരു ഓണത്തിൽ പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. മഴയും അനന്തും ഞാൻ തമ്മിലുള്ള ആർഗ്യുമെന്റ് തന്നെയാണ് എല്ലാ വീഡിയോയിലും. ഞാൻ രണ്ടും റിവേഴ്സ് ഓർഡറിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അനന്തിന്റെ ഇഷ്ടം വേറെ, അമ്മയുടെ ഇഷ്ടം വേറെ, രണ്ടാളും ഓപ്പോസിറ്റ് സൈഡാണ് ഇഷ്ടങ്ങൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഒന്നാണ്. ചെറുക്കുട്ടിയാണ് കുഞ്ഞോണി. ഇവന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. അത് സത്യം. ഒരു പലഹാരം കിട്ടിയാൽ പങ്കുവെക്കുമ്പോ എല്ലാവരും പറഞ്ഞു നീ കഴിക്കുന്നില്ല അവന് കൊടുക്കാന്ന്, പക്ഷെ അവന് കൊടുക്കാതെ ഞാൻ കഴിക്കില്ല കേട്ടോ, എന്ത് സാധനം. ഇന്ന് കിളികളാക്കി കളിക്കണ്ടല്ല, എപ്പോഴും പോകുമ്പോണ്ട് കിളിയാക്കില്ല, അത് എന്നെ കൊണ്ട് പിന്നെ നേരമില്ല, എനിക്ക് കുറേ പണികളുണ്ട്. അത് തന്നെ. അപ്പോൾ ഓക്കെ, ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.